ഹലോ ഹായ്. നമുക്കിന്ന് ഒരു കുമ്പളങ്ങ കറി വയ്ക്കാം കേട്ടോ. കുമ്പളങ്ങ പുളി ഒഴിച്ചിട്ട് ഒരു കറിയാക്കാം. നമുക്ക് ലഞ്ചിനുള്ള കറിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, വേവിക്കണം. നമുക്കിതാ വെണ്ടയ്ക്ക, തക്കാളി, കുമ്പളങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. ഉള്ളി കഴുകാനായിട്ട് വെക്കുക കേട്ടോ. വെണ്ടയ്ക്ക കഴുകി കട്ട് ചെയ്താണ്. തക്കാളി പിന്നെ പുളി ഇത്ര എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. വെജിനുള്ള ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം ഉപ്പേരി വെക്കണം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ, എക്സാമൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് പയറുപ്പേരി വെക്കണത്. പയറിതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് കടുക് പൊട്ടിച്ച് മൂപ്പിച്ചിട്ട് ഇതാ പയർ വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇത്തിരി നന്നായി വേകട്ടെ പറഞ്ഞിട്ട് ഇത്തിരി വെള്ളമാക്കിയതാ, ആവണേ ഉള്ളൂ. അതാണ് പയറുപ്പേരിയത്. പിന്നെ പപ്പടം കാച്ചും. ഇന്നത്തെ ലഞ്ചിനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ആവശ്യം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി, ചമ്മന്തി, പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വേവിച്ചിട്ടുണ്ട് പരിപ്പ്. തേങ്ങ അരപ്പ് കറക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കഷ്ണം കഴുകിയിടാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ, ഒന്നല്ല കേട്ടോ, ഒരു 1.5 ടീസ്പൂൺ, ഇത്തിരി എരിവ് കമ്മിയത്, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നിറച്ചൊരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്കിടാം. ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് അടുപ്പ് വെച്ചിട്ട് നന്നായി വേവിക്കും. എന്നിട്ട് തേങ്ങ അരപ്പും പുളിയും കൂടി ഒഴിക്കും. നന്നായി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായി വരട്ടെ. നമുക്ക് കഷ്ണമൊക്കെ നന്നായി വെന്തിട്ട് പുളി ആഡ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടോ. അങ്ങനെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. തീരെ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ. കറി ഇതാട്ടോ. നന്നായി തേങ്ങ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് പുളി ഒഴിച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഉള്ളിയും മുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ആയിട്ട് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കുമ്പളങ്ങ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.